ജീവകാരുണ്യ പഞ്ചകമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ തുടങ്ങുന്ന കൃതി. ജീവകാരുണ്യ പഞ്ചകം ഗുരുവിൻ്റെ പ്രബോധനാത്മക കൃതികളിൽപ്പെട്ട ഒന്നാണ്. പ്രബോധനാത്മക കൃതികൾ എന്നത് പിന്നീട് വന്നൊരു തരംതിരിവാണ്. സമൂഹത്തിനോട് നൽകുന്ന സന്ദേശം, ധാർമ്മികമായ ഏതെങ്കിലും മൂല്യത്തെ സമൂഹത്തിന് വേണ്ടി വരച്ചു കാട്ടുന്നതാണ് പ്രബോധനാത്മക കൃതികളുടെ സ്വഭാവം. ജീവകാരുണ്യ പഞ്ചകം, ജാതി ലക്ഷണം, ജാതി നിർണയം, സദാചാരം, അനുകമ്പാദശകം ഇതുപോലുള്ള കൃതികളൊക്കെ പ്രബോധനാത്മക കൃതികളിൽപ്പെട്ടതാണ്. ഇത്തരം കൃതികളുടെ മറ്റൊരു സവിശേഷത, മിക്കതും തന്നെ മലയാളത്തിലാണ് രചിച്ചിരിക്കുന്നത്. ചെറിയ കൃതികൾ കൂടിയാണ്. ഇത് നോക്കിയാലും 5 ശ്ലോകങ്ങളേ ഉള്ളൂ. പേരിൽ തന്നെ പഞ്ചകം എന്നുണ്ട്. പഞ്ചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ശ്ലോകമാണ്. അഷ്ടകം എന്ന് വെച്ചാലോ 8, ഷഡ്ഗം എന്ന് വെച്ചാലോ 6. അപ്പൊ അത് ഈ ഏക, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച എന്നൊക്കെയുള്ള സംസ്കൃതത്തിലുള്ള 1, 2 ഉണ്ട്. അതുപോലെയാണ്. അപ്പൊ അത് നമുക്ക് അറിയാവുന്നതാണ്. ആത്മോപദേശ ശതകം, ഇപ്പൊ എത്രയാണ്? 100. ദൈവ ദശകം 10, സഹസ്രം 1000. അപ്പൊ അത് സംസ്കൃതത്തിലുള്ള അക്ഷരമാല പോലെ നമ്മൾ ഇങ്ങനെ ചൊല്ലിപ്പോരുന്നതാണ്. അതിൻ്റെ ഒരു സംഖ്യ. അത് കുറച്ച് പഠിക്കുന്നത് നല്ലതാണ്. കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. മലയാളത്തിൽ നമ്മളത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ കൃതിയുടെ പേര് ജീവകാരുണ്യ പഞ്ചകം. ജീവനെ സംബന്ധിച്ചിട്ടുള്ള, ജീവികളോടുള്ള കാരുണ്യത്തെ സംബന്ധിച്ചുള്ള 5 ശ്ലോകങ്ങളാണ്. അതാണ് ജീവകാരുണ്യ പഞ്ചകം. കൃതിയുടെ രചനാ കാലഘട്ടം 1914. 1914 കാലഘട്ടത്തിലാണ് ജാതി ലക്ഷണം, ജാതി നിർണയം, അനുകമ്പാദശകം ഇതുപോലുള്ള മറ്റു കൃതികളും രചിച്ചിരിക്കുന്നത്. ജീവകാരുണ്യ പഞ്ചകം മലയാളത്തിൽ രചിച്ചിട്ടുള്ള ഗുരുവിൻ്റെ അവസാന കാലത്തെ രചനകളിൽപ്പെട്ടതാണ്. 1928 ഗുരുനാഥസമാധിയാവുന്നത്. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. 1914 എന്ന് വെച്ചാൽ അപ്പോൾ ഒട്ടും നേരത്തെ രചിച്ച കൃതിയല്ല. അപ്പോൾ ഈ കൃതിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, കൃതിയിലൂടെ ഗുരു നൽകുന്ന പ്രധാന സന്ദേശം അഹിംസ എന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുക. അപ്പൊ അഹിംസയെ പൊതുവെ നിർവചിക്കുന്നത് കൊല്ലാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഈ കൃതിയിലൂടെ കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, തിന്നാതിരിക്കുക എന്നുകൂടി പറയുന്നുണ്ട്. കേവലം ഒരു സസ്യാഹാര ശീലത്തെ മാത്രം വരച്ചു കാട്ടുന്ന കൃതിയല്ല ജീവകാരുണ്യ പഞ്ചകം. അതിൽ നിന്നൊക്കെ അപ്പുറം നമ്മുടെ ധാർമ്മികതയോട്, നമ്മുടെ സാധാരണ മനുഷ്യപ്പറ്റ് എന്നൊക്കെ പറയും. ഈ മനുഷ്യപ്പറ്റ് എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന കുറെ ഗുണങ്ങളുണ്ട്. അപ്പോൾ കണ്ണിൽ ചോര ഇല്ലാത്തവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നത് കണ്ണിൽ ചോരയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ള ആളെന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ മനുഷ്യപ്പറ്റുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകമ്പയുള്ള ആള് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ്. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ ഓരോരോ ശ്ലോകങ്ങളിലും ഇപ്പം 4 വരി ചേർന്നപ്പോൾ ഒരു ശ്ലോകമാണ്. അങ്ങനെ 5 ശ്ലോകങ്ങളാണ് കൃതിയിൽ ഉള്ളത്. ഈ ഓരോ ശ്ലോകത്തിലും ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഓരോരോ യുക്തികളായിരിക്കും. അത് നമ്മൾ തന്നെ നമ്മോട് ചോദിക്കേണ്ടതാണ്. മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കിയിരുന്നു. ഇങ്ങനെ ഈ ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഉത്തരം നൽകും. നമ്മൾ ഈ കൃതി എടുക്കുന്നതിലൂടെ എല്ലാവരും നാളെ മുതൽ മത്സ്യവും മാംസവും ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ആകണമെന്ന് പറയുന്നില്ല. ഗുരു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കൃതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മോട് തന്നെ ചോദ്യം ചോദിച്ച് നമുക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക.
പിന്നെ പൊതുവെ വെജിറ്റേറിയനിസം എന്ന് ഇപ്പോൾ പറയുമ്പോൾ അതിൽ ഒരുപാട് രാഷ്ട്രീയവും ഉണ്ട്. നമുക്ക് പത്രത്തിലും വാർത്തകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ബീഫൊക്കെ കഴിച്ചവരെ തല്ലിക്കൊല്ലുന്നതും, അല്ലെങ്കിൽ കയ്യിൽ മാംസം വെച്ചു എന്ന പേരിൽ തന്നെ ആളുകൾ ഉപദ്രവിക്കപ്പെടുന്നു. അപ്പൊ അവിടെ ജീവികളെ കൊല്ലാൻ പാടില്ല, തിന്നാൻ പാടില്ല, പക്ഷെ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ അത് യഥാർത്ഥ യുക്തിയല്ല. ഗുരുവിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിയെ കൊല്ലുന്നതിനെ പറ്റിയല്ല പറയുന്നത്. സകല ജീവജാലങ്ങൾക്കും ഈ നിയമം ബാധകമാണ്, മനുഷ്യനും ബാധകമാണ്. മനുഷ്യനെയും ഉപദ്രവിക്കാൻ പാടില്ല. പിന്നെ കൊലപാതകം പല കാരണങ്ങളാൽ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ ഈ സസ്യാഹാരം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ അതിന് മറുപുറമായി നിൽക്കുന്നതാണ് മാംസഭക്ഷണം. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലപ്പെടും. അങ്ങനെ മാത്രമല്ല, കൊല്ലപ്പെടുന്നത് പല കാരണങ്ങളാൽ കൊല്ലപ്പെടും. ഗുരു ഇത് രചിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതൽ കൊലപാതകം നിന്നത് ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ മൃഗബലി പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. മൃഗബലിയൊക്കെ പിന്നീട് നിന്നു. അതിനു മുമ്പ് നരബലി ഉണ്ടായിരുന്നു, മനുഷ്യനെ ബലി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതൊക്കെ മനുഷ്യന്റെ ബുദ്ധി അത്രത്തോളം മാത്രമേ വികസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ONVയുടെ ഒരു കവിതയിൽ കരുവാക്കൽ എന്ന് പറയുന്നത്, ഒരു പാലം പണിയുമ്പോൾ അതിൽ ഒരു മനുഷ്യനെയും കൂടി പിടിച്ച് ഇടുക. ഈ കരുവാകുന്ന ആരാണെന്നും അന്നേരം പറയാൻ പറ്റില്ല, കിട്ടുന്ന ഒരാളെ പിടിച്ച് ഇടുക എന്നുള്ളത്. നമ്മൾ ഈജിപ്തിലെ പിരമിഡൊക്കെ ഉണ്ടായപ്പോഴും അതിലൊക്കെ ഒരുപാട് മനുഷ്യരെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പഴയ നിർമ്മിതികളിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. നമുക്ക് പലർക്കും പരിചിതമായ ഒരു കാര്യമാണ്, രക്തം കണ്ടാണ് തുടക്കം, അപ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലത്തെ സങ്കല്പം രക്തം കണ്ടാൽ നല്ലത് തന്നെയായിരുന്നു. അതായത് പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴും ഓരോ രാജാവും യുദ്ധം ചെയ്ത കഥയായിരിക്കും നമുക്ക് പഠിക്കാറുള്ളത്. പഴയ ദൈവസങ്കല്പങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ ദൈവങ്ങളൊക്കെ യുദ്ധം ചെയ്തവരും അവർ ജനിക്കുന്ന തന്നെ ആരെങ്കിലുമൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ കാണും. ഗദ കാണും, ശൂലം കാണും, ചക്രം കാണും, കയറ് കാണും, കത്രിക കാണും. എന്ന് വേണ്ട മറ്റൊരാളെ കൊല്ലാൻ വേണ്ട ആയുധങ്ങളായിരിക്കും ഇത്തരം ദൈവങ്ങളുടെ കയ്യിൽ ഉള്ളത്. അപ്പൊ ഹിംസ എന്നത് ആദ്യകാലത്തൊന്നും മോശമായ ഒന്നായിരുന്നില്ല. വീരപരിവേഷം കിട്ടിയതും കൊല്ലുന്ന ആൾക്കാർക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും സിനിമകളിലൊക്കെ നല്ല ഇടിയിടിക്കുന്ന നായകനാണ് യഥാർത്ഥ നായകൻ, അല്ലാത്തവൻ യഥാർത്ഥ നായകനല്ല. അപ്പൊ ഒരു വീരപരിവേഷം കിട്ടണമെങ്കിൽ ഹിംസ അനിവാര്യമാണ് എന്നത് ഇന്നും പലര് വിശ്വസിക്കുന്ന ഒന്നാണ്. അപ്പൊ ചിലര് ചോദിക്കുന്നുണ്ട്, നീ ഒരാണല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ ചോദ്യം വരുന്നത് തന്നെ ഒരാൾ സമാധാനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെങ്കിൽ അയാൾ ആണല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെ എത്തപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടേക്കാണ് ചരിത്രത്തിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. ശ്രീബുദ്ധൻ ലോകത്തിനും മുൻപിൽ അഹിംസയുടെ സന്ദേശം നൽകിയ ഒരു മഹാപുരുഷനായിരുന്നു. സ്ത്രീ പുരുഷനെ നമ്മൾ ഹീറോ ആയിട്ടാണോ അതോ ഒരു ഭീരു ആയിട്ടാണോ കാണുന്നത്? അതൊരു ചോദ്യമാണ്. ഗാന്ധി അഹിംസയുടെ പാതയിൽ സഞ്ചരിച്ച മഹാത്മാവായിരുന്നു. ഗാന്ധിയെ നമ്മളൊരു ഭീരുവായിട്ടാണോ ഒരു ധീരനായിട്ടാണോ കാണുന്നത്? ഗുരു ആരെയും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. ഗുരു വിപ്ലവകാരികളിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്നു. പക്ഷേ ചോര ചീന്തിയ ഒരു വിപ്ലവമായിരുന്നില്ല ഗുരുവിൻ്റെ. നമ്മൾ സാധാരണ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ നമുക്ക് പറയാറുണ്ട്. അങ്ങനെ ഒരു വിപ്ലവത്തെ അല്ല ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഗുരു സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ഒരു ചോര ചീന്താത്ത വിപ്ലവത്തിന്റെ നായകനായിട്ടാണ് നമുക്ക് മുന്നിൽ ഇന്നും നിലകൊള്ളുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം, ഒരാൾ നായകനാകണമെങ്കിൽ കൊല്ലണമെന്നുണ്ടോ? മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നുണ്ടോ? ഈ ഹിംസയുടെയൊക്കെ ഉറവിടം എവിടെയാണ്? എന്തിനാണ് നമ്മൾ ഒരു ജീവിയെ കൊല്ലുന്നത്? ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്ന ഒരു പ്രവണതയുണ്ട്, യുദ്ധങ്ങളുടെ പേരിൽ കൊല്ലുന്നതുണ്ട്. അപ്പൊ നമുക്കറിയാം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായി. അതൊരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ചിലർക്കൊക്കെ അത്
ഒരു ആഘോഷമായിരുന്നു. കാരണം നമ്മുടെ മുറ്റത്ത് മിസൈൽ വന്ന് വീഴുന്നത് വരെയുള്ളൂ നമുക്ക് യുദ്ധത്തിനോടുള്ള ആ ഒരു ആവേശമൊക്കെ. ഇപ്പോ പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവരോട് തന്നെ ചോദിക്കുമ്പോൾ അവരും ആഗ്രഹിക്കുന്ന യുദ്ധം വേണ്ടാന്ന് തന്നെയാണ്. കാരണം യുദ്ധം ഇല്ലാതാക്കാനാണ് ഇത്തരം ആർമികളൊക്കെ നിലകൊള്ളുന്നത്. നമ്മൾ പുരോഗമിക്കും തോറും നമ്മുടെ സമൂഹം ഇങ്ങനെ ഓരോ കാലത്തിലൂടെ കടന്നു പോകുന്തോറും യുദ്ധം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ യുദ്ധങ്ങൾ സർവ്വസാധാരണമായിരുന്നു. ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് സർവ്വസാധാരണമായിരുന്നു. രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞത്. ഇന്ന് നമുക്ക് ഒരു പഞ്ചായത്തും മറ്റൊരു പഞ്ചായത്തും തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒരു ജില്ലയും മറ്റൊരു ജില്ലയും തമ്മിലും വലിയ പ്രശ്നമില്ല. ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവും തമ്മിലും വലിയ പ്രശ്നമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും പൊതുവെ കുറവാണ്. പിന്നെ ഇന്ന് മാധ്യമങ്ങൾ വ്യാപകമായതുകൊണ്ട് അത്തരം യുദ്ധങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്നു. അല്ലെങ്കിൽ ലോകം മുഴുവൻ യുദ്ധമാണെന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ അലയൊലികൾ ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ചില ജില്ലയാണ് നല്ലത്, ചിലത് മോശമാണ് എന്നൊക്കെയുള്ളൊരു രീതിയിലേക്ക് വാക്യത്തിലേക്കൊക്കെ പോകുന്നത്. ശരിക്കും അങ്ങനെയൊന്നും പറയുന്നതിലൊരു അടിസ്ഥാനവുമില്ല. ഇത് നമ്മൾ മതത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നിന്റെ മതം മാത്രം ശരി, നിന്റെ മതം തെറ്റ് എന്ന് പറയുന്ന മതമൗലികവാദം, അത് അഭിപ്രായം എന്നുള്ള അർത്ഥത്തിൽ മതത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാണ്. പിന്നെ ഇത്തരം യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കൊക്കെ പിന്നില് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ചിലർക്ക് ആ സ്ഥാനത്തിൽ തുടരണമെങ്കിൽ ഒരു യുദ്ധം അനിവാര്യമാണ്. ഇസ്രായേലിലത്തെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികൾ ഒരുപാട് നിയമ നടപടികളെ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ യുദ്ധത്തെ നിലനിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പൊ യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശം, അത്തരം യുദ്ധങ്ങളുടെയൊക്കെ പിന്നില് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം ആയിരിക്കില്ല. യുക്രൈനിലെ അതിസമ്പുഷ്ടമായ ധാതുക്കളും അവിടുത്തെ അമൂല്യമായ സമ്പത്തുകളും അവരുടെ ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ ബോംബിട്ട് ആ രാജ്യത്ത് മുഴുവൻ നശിപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇന്നൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ഇറാനില് ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയെ ബാധിക്കും. യുക്രൈനില് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ബാധിക്കും. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായാലും നമ്മളെ ബാധിക്കും. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരുമിച്ചൊരു രാജ്യം പോലെയാണ്. അപ്പോൾ യുദ്ധങ്ങളുടെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്. ഈ കൊല്ലപ്പെടുന്നതിൽ നിരപരാധികൾ ഉണ്ടാവും. അപ്പൊ പാകിസ്ഥാനിൽ കൊണ്ടുപോയി ഇന്ത്യ ബോംബിട്ടപ്പോൾ ഉറപ്പായും തീവ്രവാദികൾ അല്ലെങ്കിൽ ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർ മാത്രമേ മരണപ്പെട്ടുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിരപരാധികൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അവര് ഇങ്ങോട്ടേക്ക് ഉപദ്രവിക്കുമ്പോഴും കൊല്ലപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്. അപ്പോ നമ്മുടെ ചോദ്യം, ഈ മനുഷ്യരൊക്കെ കൊല്ലപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? യുദ്ധങ്ങളുടെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്. മനുഷ്യരെ തിന്നുന്ന പ്രവണത ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ പലതും പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. മനുഷ്യന്റെ മാംസമാണ് ഏറ്റവും രുചിയേറിയ മാംസം എന്നൊക്കെ പലക്കെ പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ഒഴിച്ചുകൂടാത്തതാണ്. ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെടുന്നതൊക്കെ സാധാരണക്കാരാണ്. ആ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ കുടുംബാംഗങ്ങളുടെ നിലവിളിയും അവരുടെ വേദനയൊന്നും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്. അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ കൊലപാതകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിന് പല പല വശങ്ങളുണ്ട്. പിന്നെ ചില പരീക്ഷണങ്ങളുടെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ട്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. നമ്മൾ വാർത്തകളൊക്കെ കാണുന്നതാണ്. അപ്പൊ സ്വത്തിന്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു, അങ്ങനെ കൊല്ലപ്പെടുന്നു. പിന്നെ സ്വബോധത്തോടു കൂടി അല്ലാതെ നടത്തുന്ന കൊലപാതകങ്ങൾ.
മദ്യത്തിന്റെ ലഹരിയിൽ മകൻ അമ്മയെ തലക്കടിച്ചു കൊന്നു. ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല, വാർത്തയിൽ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അപ്പോ സാധാരണ ഒരു നിലയിലാണെങ്കിൽ കൊല്ലാത്തൊരാൾ മദ്യത്തിന്റെ ലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ലഹരിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നു. അപ്പൊ അവിടെ ആരാണ് വില്ലൻ? മനുഷ്യൻ സാധാരണ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അപ്പം മനുഷ്യരെ കൊണ്ട് മനുഷ്യരായിരിക്കുമ്പോൾ ചെയ്യാൻ അറയ്ക്കുന്ന, വെറുക്കുന്ന കാര്യങ്ങൾ മദ്യപാനത്തിലൂടെ, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു സമൂഹമായി നമ്മളെ മാറ്റി തീർക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ മയക്കുമരുന്നൊക്കെ നമ്മളിൽ എന്തോ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നമ്മുടെ തലച്ചോറിലെ ചില രാസമാറ്റങ്ങൾ നമ്മുടെ ഉള്ളിലെ അനുകമ്പയെ പോലും മാറ്റി തീർക്കുന്നുണ്ട്. ഒരാളെ കൊല്ലാൻ കൈവിറയ്ക്കുന്ന ഒരാളെ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരാളെയും കൊല്ലാൻ പാകത്തിൽ അയാളെ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നിർത്തേണ്ടത് ആ മദ്യത്തിനെയും മയക്കുമരുന്നിനെയാണ്. അല്ലെങ്കിൽ ചില രാഷ്ട്രീയ ആശയങ്ങൾ, ചില പ്രത്യയശാസ്ത്രങ്ങൾ. ഇപ്പൊ നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണ മനുഷ്യരാണ്. ഇവരുടെ ഉള്ളിലേക്ക് ഈ തീവ്രമായ ചിന്തയും മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും വരുത്തി അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നും അവരെ കൊല്ലുന്നത് ഒരു വീരകൃത്യമാണെന്നും അവരെ കൊന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന ആൾക്ക് മരണം സംഭവിച്ചാൽ പോലും സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളും തീവ്ര ആശയങ്ങളും ഉണ്ട്. ഗീതയിൽ പറയുന്നുണ്ട്, കൊന്നു കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം, യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ രാജ്യം. രണ്ടിനും പ്രയോജനമുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ രാജ്യം, മരിച്ചു കഴിഞ്ഞാൽ വീരസ്വർഗം. ഇത് തന്നെയാണ് തീവ്രവാദികളോടും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വഴിയെ ഭഗവത്ഗീതയൊക്കെ നമുക്ക് വിശകലനം ചെയ്തേ പറ്റുള്ളൂ. കാരണം ഗുരുവിന്റെ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പം. ഇതിനു മുന്നിൽ ബാക്കി ഇനി ഏതെല്ലാം ഗ്രന്ഥത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മൾ ഗുരുവിനെയാണ് പ്രമാണമാക്കുന്നതെങ്കിൽ അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതാണ്. അപ്പൊ പറഞ്ഞതിന്റെ സാരം ഇതാണ്: കൊലപാതകം പല പേരുകളിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഹിംസ വ്യാപകമായി നിലനിന്നിരുന്നത് കോഴിവെട്ട് പോലുള്ള അനാചാരങ്ങളായിരുന്നു. കോഴി വെട്ടുന്നവർ പറഞ്ഞിരുന്നത് ഈ ജീവി, അതായത് കോഴി, സ്വർഗത്തിൽ പോകും എന്നാണ്. ഇന്ത്യയില് ഒരുപാട് തത്വചിന്തകൾ നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരുപാട് ധാരകളുണ്ട്. ഇംഗ്ലീഷിൽ അതിന് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയാറുണ്ട്. അതിന് രണ്ട് ധാരകൾ പ്രധാനമായിട്ടുണ്ട്. അതിലൊന്ന് ആസ്തിക ദർശനമാണ്. അത് എഴുതി വെക്കണം, എഴുതി മറന്നുപോകും. ആസ്തിക ദർശനവും നാസ്തിക ദർശനവും. അതില് ആസ്തിക ദർശനം എന്ന് പറയുന്നത് 4 വേദങ്ങളെ പ്രമാണമാക്കുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് എന്ത് ചോദിച്ചാലും വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും അവർക്ക് പരമപ്രമാണം. നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ വേദത്തിന്റെ പ്രാമാണികതയെ അംഗീകരിക്കുന്നില്ല. അവർക്ക് വേദമല്ല വലുത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇതാണ് ശരിയെന്ന് അവർ പറയുന്നില്ല. അവർ കുറച്ചും കൂടി സ്വതന്ത്രമായ ചിന്താഗതി ഉള്ളവരാണ്. ഈ വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്നവർ പ്രധാനമായും 6 കൂട്ടരാണ്. ഇങ്ങനെയൊക്കെ വേർതിരിവ്, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ വരാൻ കാരണം മാക്സ് മുള്ളർ എന്ന ജർമ്മൻ തത്വചിന്തകൻ ഇങ്ങനെ 6 സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന പേരിൽ ഇതിനെ 6ആയി തരംതിരിക്കുകയും അതിനെ ഓർത്തഡോക്സ് ഫിലോസഫി എന്നും ഓർത്തഡോക്സ് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നും അടുത്തതിനെ നാസ്തികത്തെ ഹെറ്ററോഡോക്സ് ഫിലോസഫി എന്നും അഥവാ നാസ്തിക ദർശനമെന്നും തിരിച്ചു. നാസ്തിക ദർശനങ്ങൾ 3 എണ്ണമാണ്. ഇതാണ് വേദത്തെ പ്രമാണമായി അംഗീകരിക്കാത്ത കൂട്ടർ. അതില് ഏറ്റവും പഴക്കമുള്ള ഒന്ന് ചാർവാക ദർശനമാണ്. ചാർവാക
ഫിലോസഫി. ഇതിന് മറ്റൊരു പേര് ലോകായതം എന്നും കൂടി പറയുന്നുണ്ട്. ലോകായതം അഥവാ ചാർവാക ദർശനം. ചാർവാക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചാരുവാക്ക്, സുന്ദരമായ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ആകർഷകമായ വാക്കുകൾ കൊണ്ട് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നവരാണ്. മറ്റൊന്ന്, ഇതിന്റെ ആചാര്യനായി പറയുന്ന ബൃഹസ്പതിയാണ്. ബൃഹസ്പതിയാണ് ചാർവാക ദർശനത്തിന്റെ ആചാര്യൻ. പിന്നൊന്ന് ജൈന ദർശനമാണ്. ജൈന ദർശനം, അതിന്റെ ആചാര്യനായി പറയുന്നത് ഋഷഭദേവനാണ്. പൊതുവെ ജൈന മതത്തിന്റെ ആചാര്യനായി പറയുന്നത് വർദ്ധമാന മഹാവീരനെയാണ്. അദ്ദേഹം 24ാമത്തെ തീർത്ഥങ്കരൻ മാത്രമാണ്. ജൈന ദർശനത്തിന്റെ ആചാര്യൻ ഋഷഭദേവനാണ്. ഋഷഭദേവൻ. അടുത്തത് ബൗദ്ധ ദർശനമാണ്. അതിന്റെ ആചാര്യൻ ഗൗതമ ബുദ്ധനാണ്. ഇനി ആസ്തിക ദർശനങ്ങൾ 6 അത് ഇങ്ങനെയാണ് അതിന്റെ ക്രമം: സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഇത് ആസ്തിക ദർശനങ്ങൾ എന്ന് പറയുന്നത്. സാഖ്യം, സാഖ്യ ദർശനമാണ് അതിന്റെ അടിസ്ഥാന ഗ്രന്ഥം. കപിലൻ എന്ന മഹർഷിയാണ് സാഖ്യത്തിന്റെ ആചാര്യൻ. സാഖ്യം, യോഗം. യോഗത്തിന് നമുക്കറിയാം യോഗസൂത്രം. യോഗസൂത്രത്തിന്റെ കർത്താവും യോഗ ദർശനത്തിന്റെ ആചാര്യനും പതഞ്ജലിയാണ്. പതഞ്ജലി മഹർഷിയാണ്. ന്യായം, ഇത് ഗൗതമനാണ്. ഗൗതമ മഹർഷിയാണ് ന്യായം. ന്യായസൂത്രമാണ് പ്രമാണഗ്രന്ഥം. വൈശേഷികം ആണ് അടുത്തത്. കണാദ മഹർഷിയാണ്. വൈശേഷിക സൂത്രം അഥവാ കണാദ സൂത്രം ആണ് വൈശേഷികത്തിന്റെ പ്രമാണഗ്രന്ഥം. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം. ഇനി പൂർവമീമാംസ, ഉത്തരമീമാംസ. പൂർവമീമാംസ വേദത്തിന്റെ കർമ്മകാണ്ഡത്തിൽ പെട്ടതാണ്. പൂർവമീമാംസയുടെ ആചാര്യനായി പറയപ്പെടുന്നത് പൂർവമീമാംസയുടെ ആചാര്യനായി പറയപ്പെടുന്നത് ജൈമിനിയാണ്. ജൈമിനി പ്രമാണ ഗ്രന്ഥമായിട്ട് മീമാംസാ സൂത്രങ്ങൾ എന്ന് പറയും. പൂർവമീമാംസയും ഉത്തരമീമാംസയും മീമാംസയാണെങ്കിലും മീമാംസാ സൂത്രങ്ങൾ എന്ന് പറയുന്നത് പൂർവമീമാംസയുടേതാണ്. പൂർവമീമാംസയുടെ ആചാര്യൻ ജൈമിനി. ഈ ഉത്തരമീമാംസയ്ക്ക് മറ്റൊരു പേരാണ് വേദാന്തം. ഇങ്ങനെ പറഞ്ഞാലാണ് ഈ വേദാന്തം എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പൂർവമീമാംസയുടെ മറ്റൊരു പേര് വേദാന്തം. ഇതിന്റെ ആചാര്യൻ ബാദരായണൻ. ഉത്തരമീമാംസ, ഉത്തരമീമാംസയുടെ ആചാര്യനാണ് ബാദരായണൻ. ഈ ഉത്തരമീമാംസയ്ക്ക് അഥവാ വേദാന്തത്തിന് 3 പ്രമാണ ഗ്രന്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് ബാദരായണനാൽ വിരചിതമായ 555 സൂത്രങ്ങളുള്ള ഒരു പ്രമാണ ഗ്രന്ഥമാണ്. മറ്റൊന്ന് ഉപനിഷത്തുകളാണ്. ഉപനിഷത്തുകൾ, ഒരുപാട് ഉപനിഷത്തുകൾ ഉണ്ടെങ്കിലും 10 ഉപനിഷത്തുകൾക്കാണ് പ്രാധാന്യമുള്ളത്. ഇതിനെ ദശോപനിഷത്തുകൾ എന്ന് പറയുന്നു. ആ ഉപനിഷത്തുകളുടെ പേര് പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗം ഈശ, കേന, കട, പ്രശ്ന, മുണ്ടക, മാണ്ഡൂക്യ,
തൈത്തിരീഹി ഐതരേയം ചാന്തോക്യം ബൃഹദാരണ്യം കഥ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈശ കേനം, ഈശാവാസ്യ ഉപനിഷത്ത്, അത് ഗുരു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താണ്? ഈശൻ ജഗത്തിലെല്ലാം ആവശ്യിക്കുന്ന കൊണ്ടിനി ചരിത്രമുക്തരായി ആശിക്കരുത് ആരുടെയും ധനം എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈശാവാസ്യോപനിഷത്ത്, ഈശ കേന, കേനോപനിഷത്ത്, ഈശക്കേന കട, കഠോപനിഷത്ത്. കടോ എന്ന് പറയുന്നത് വട്ടത്തിലുള്ളതായിരുന്നു. ഈശ കേന കട, പ്രശ്നോപനിഷത്ത്, ഈശ കേന കട പ്രശ്ന, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, ഈശ കേന കട പ്രശ്ന, മുണ്ടക, മാണ്ഡൂക്യ, ഐതരേയോപനിഷത്ത്, ഛാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്. ഒരിക്കൽ കൂടി പറയാം. ഈശ കേന കട പ്രശ്ന, മുണ്ടക, മാണ്ഡൂക്യ, തൈത്തരീയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, ഛാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്. ഇത്രയുമാണ് ദശോപനിഷത്തുകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാരണം, ശങ്കരാചാര്യ ഈ 10 ഉപനിഷത്തുകൾക്കും ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 10 ഉപനിഷത്തുകൾക്ക് ഇത്ര പ്രാധാന്യം വരാൻ ഒരു കാരണം. അപ്പൊ ആദ്യം പറഞ്ഞത് ബ്രഹ്മസൂത്രം, അതിനും ശങ്കര ഭാഷ്യമുണ്ട്. ഇനി മറ്റൊന്ന് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ വരുന്നതാണ്. മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ പെടുന്നതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ പെടുന്ന 700 ശ്ലോകമുള്ള കൃതിയാണ്. ഇതിന്റെ കർത്താവ് സ്വാഭാവികമായും മഹാഭാരതത്തിന്റെ കർത്താവാണ് വേദവ്യാസനാണ്. അപ്പൊ വേദവ്യാസൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് മഹാഭാരതത്തിന്റെ കർത്താവാരോ അദ്ദേഹം തന്നെയാണ് ഭഗവത്ഗീതയുടെയും കർത്താവ്. അപ്പോൾ പൂർവ മീമാംസയും ഉത്തരമീമാംസയും, അതിലെ ഉത്തരമീമാംസ വേദാന്തമാണ്. വേദാന്തത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളാണ് ഇവ 3. ഇനി ഇവയിൽ തന്നെ 3 സബ് സ്കൂൾസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലും വേറെയും സ്കൂൾസ് വരുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം. മധ്വാചാര്യരുടെ ദ്വൈതം, രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം, ശങ്കരാചാര്യരുടെ അദ്വൈതം. ഇത് 3ആണ് പ്രധാന സ്കൂളുകൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അദ്വൈതം എന്ന് പറയുന്നത് ഈ വേദാന്തത്തിലെ ഒരു സ്കൂള് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് വേദാന്തം എന്ന് പറയുമ്പോൾ അദ്വൈതം ആകുന്നില്ല, അദ്വൈതം എന്ന് പറയുമ്പോൾ മാത്രമാണ് അദ്വൈതം ആകുന്നത്. അപ്പൊ ഈ 3 പേരും 3 തരത്തിലാണ് ഈ 3 പുസ്തകങ്ങളെയും വ്യാഖ്യാനിക്കുന്നത്. അതിൽ ശങ്കരാചാര്യർ അദ്വൈതപരമായി പ്രസ്ഥാനത്രയങ്ങൾ, ആ 3 ഗ്രന്ഥങ്ങളുടെ മറ്റൊരു പേര് പ്രസ്ഥാനത്രയം എന്നാണ്. ഈ പ്രസ്ഥാനത്രയത്തിന്റെ താല്പര്യം അദ്വൈതപരമാണെന്ന് ഭാഷ്യത്തിലൂടെ സ്ഥാപിക്കുകയാണ് ശങ്കരാചാര്യർ ചെയ്തത്. അതല്ല, പ്രസ്ഥാനത്രയത്തിന്റെ താല്പര്യം ദ്വൈതപരമാണെന്ന് സ്ഥാപിക്കുകയാണ് മധ്വാചാര്യർ ചെയ്തത്.
ഇതുപോലെ തന്നെയാണ് പ്രസ്ഥാനത്രയത്തിന്റെ താല്പര്യം. അതായത് അദ്വൈതമൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അദ്വൈതമല്ല, ഈ പ്രസ്ഥാനത്രയം ഭഗവത്ഗീത, ബ്രഹ്മസൂത്ര, ഉപനിഷത്തൊക്കെ പറയുന്നത് വിശിഷ്ടാദ്വൈത ദർശനത്തെയാണെന്ന് സ്ഥാപിക്കുകയാണ് രാമാനുജാര്യർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ കയറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. കൂടുതൽ വായിച്ച് മനസ്സിലാക്കേണ്ടവർക്കും പഠിക്കേണ്ടവർക്കും ഹിരണ്യയുടെ ഔട്ട്ലൈൻസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നീ 2 ഗ്രന്ഥങ്ങൾ വായിക്കാവുന്നതാണ്. അത് കൂടുതൽ ഈ വിഷയത്തെ പറ്റി അറിവ് ലഭിക്കും. പിന്നെ എസ് രാധാകൃഷ്ണന്റെ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകമുണ്ട്. അത് കുറച്ചും കൂടി കട്ടിയാണ്, താല്പര്യം പോലെ വായിക്കാവുന്നതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്ത്യൻ ഫിലോസഫിയെ പറ്റിയിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഗുരുവിന്റെ കാലഘട്ടത്തിൽ ചരിത്രപരമായി ഈ കൃതിയുടെ രചന കോഴിവട്ടൊക്കെ നിലനിന്ന കാലഘട്ടത്തിലാണ് ഇത് എഴുതുന്നത്. മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി ജീവികളെ കൊല്ലുന്ന പ്രവണതയും നിലനിന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് ജീവകാരുണ്യ പഞ്ചകത്തിന്റെ രചനയിലൂടെ കൊല്ലരുത്, തിന്നരുത് എന്ന 2 സന്ദേശം നൽകുന്നുണ്ട്. അഹിംസയ്ക്ക് വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഗുരു ഇതുവഴി നൽകുന്നുണ്ട്. ഗുരുവിന് മുൻപുണ്ടായിരുന്ന പലരും അഹിംസയെ നോക്കിക്കണ്ട തരത്തിലേ അല്ല ഗുരു അഹിംസയെ നോക്കിക്കാണുന്നത്. കാരണം ബുദ്ധൻ തന്നെ അഹിംസയുടെ മൂർത്തിമത് ഭാവമായി പറയുന്നുണ്ടെങ്കിലും ബുദ്ധന്റെ പരിനിർവാണം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധൻ മരിക്കുന്നത് ഒരു പന്നിയുടെ അഴുകിയ മാംസം ഭക്ഷിച്ചാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഗുരുവിന്റെ ഒരു ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഗുരു ആദ്യകാലത്ത് അവധൂത കാലഘട്ടത്തിലൊക്കെ മാംസവും മത്സ്യവും ഒക്കെ ഭക്ഷിച്ചതായി പറയുന്നുണ്ട്. പിന്നീട് ഗുരു സസ്യാഹാര നിഷ്ഠയെ ഒരു വ്രതമായി സ്വീകരിക്കുകയും മഹാസമാധി പര്യന്തം അത് വ്രതമായി തന്നെ ആചരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ജനിച്ചപ്പോൾ മുതൽ മത്സ്യവും മാംസവും കഴിക്കാത്ത ഒരാളായി ഗുരുവിനെ കാണാൻ കഴിയുകയില്ല. ജീവകാരുണ്യ പഞ്ചകം ഇതൊക്കെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായി പറയാൻ, ഇന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമേ ശരിക്കും പറയാൻ പറ്റുകയുള്ളൂ. കാരണം കൃതിയിലേക്ക് കടക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇന്ന് നമ്മൾ സസ്യാഹാരം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബ്രാഹ്മണിസത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുവെ പറയുന്നത്. കാരണം നമ്മുടെ ഹോട്ടലുകളുടെ പേരൊക്കെയാണ് ബ്രാഹ്മൺ വെജിറ്റേറിയൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പൊതുവെ ബ്രാഹ്മൺ എന്ന പേരിനോടൊപ്പം തന്നെ സസ്യാഹാരം അഥവാ വെജിറ്റേറിയനിസം എന്നൊക്കെ ചേർത്ത് വെച്ച് പറയാറുണ്ട്. പക്ഷേ അത് അങ്ങനെ ആണ്? അതൊരു ചോദ്യമായി അവശേഷിക്കുന്നതാണ്. DN Jha എന്ന ഒരു ഗ്രന്ഥകാരനുണ്ട്. ഇതൊക്കെ വായിക്കേണ്ടതാണ്. ഇതെല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ചില പുസ്തകങ്ങളുടെ പേര് പറയുന്നത്. DN Jha, DN Jhയുടെ JHA, DN Jha. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ മിത്ത് ഓഫ് ദ ഹോളി കൗ. ദ മിത്ത് ഓഫ് ദ ഹോളി കൗ. മലയാളത്തിന് അതിന് പരിഭാഷ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ പശു എന്നാണ് എന്റെ പരിഭാഷ. ഇത് ഓർമ്മ ശരിയാണെങ്കിൽ പ്രോഗ്രസ് പബ്ലിക്കേഷൻസ് ആണെന്ന് തോന്നുന്നു പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. വിശുദ്ധ പശു അഥവാ ദ മിത്ത് ഓഫ് ദ ഹോളി കൗ. ഈ പുസ്തകത്തിൽ പറയുന്നത് പഴയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ദേവന്മാരൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഈ 100% പ്യുവർ വെജിറ്റേറിയനിസത്തിന്റെ വക്താവായിരുന്നു. അവർ വെജിറ്റേറിയൻ ആയിരുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ അതിൽ പറയുന്നത് അങ്ങനെ ആയിരുന്നില്ലെന്ന് മാത്രമല്ല, ഇവരൊക്കെ നല്ല മാംസാഹാരികളായിരുന്നു എന്നാണ് അതിൽ പ്രമാണങ്ങളെ ഉദ്ധരിച്ച് പറയുന്നത്. പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഓരോ വേദത്തിന്റെ ഭാഗത്തും
ഇപ്പൊ ഇന്ദ്രൻ പറയുന്നു, ആ ആ കന്നുകുട്ടിയെ കണ്ടിട്ട് എനിക്ക് വായിൽ വെള്ളം ഓടുന്നു. അതായത് അതിനെ കൊന്ന് തിന്നുക എന്നുള്ളത് ഇന്ദ്രന് പ്രിയപ്പെട്ടതാണ് കന്നുകുട്ടിയുടെ മാംസം. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ ഓരോ ദേവന്മാരും ഇതൊക്കെ കഴിച്ചിരുന്നവരാണ്. വെജിറ്റേറിയനിസം എന്നത് പിന്നീട് ബ്രാഹ്മണിസത്തിന്റെ ഭാഗമായതാണ് എന്ന് പറയുന്നു. അതിന്റെ ചരിത്രം വളരെ ചുരുക്കി പറഞ്ഞാൽ വൈദിക കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്നതാണ് ഈ യാഗവും യജ്ഞവും ഹോമവും മറ്റും. ഇതിലൊക്കെ ഇന്ന് നമ്മൾ നെല്ലും അല്ലെങ്കിൽ അവിലും മലരും ചമതയും ഒക്കെ ഹോമ ദ്രവ്യങ്ങളായിട്ട് ഇടാറുണ്ട്, ഹവിസായിട്ട് അർപ്പിക്കാറുണ്ട്, നെയ്യ് ഹോമിക്കാറുണ്ട്. പക്ഷെ വേദകാലഘട്ടത്തിലുള്ള ഹോമത്തിൽ ഇതൊന്നും ആയിരുന്നില്ല. നമ്മൾ ഇവിടെ ഇന്ന് ഹോമത്തിൽ ഇവിടെ കഴിഞ്ഞ ഇതിന്റെ മുമ്പിന്റെ ആഴ്ചയായിരുന്നു ഒരു ഹോമം ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ എടുക്കുന്ന നെയ്യ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അത് പശുവിന്റെ പാലെടുത്ത് അതിനെ തൈരാക്കി അത് കടഞ്ഞ് അതിൽ നിന്ന് നെയ്യെടുക്കുകയാണ്. പക്ഷെ പണ്ട് കാലത്ത് ഒരു ഗർഭിണി പശുവിന്റെ നവദ്വാരങ്ങളെ അടച്ചു പിടിക്കും. അപ്പൊ അതിന് ശ്വാസം മുട്ടുകയും വയറിന്റെ ഒരു ഭാഗം വീർത്തു വരികയും ചെയ്യും. അവിടെ ഒരു കൂർത്ത കമ്പി കൊണ്ട് കുത്തുകയും അതിനെ കൊല്ലുകയും, അപ്പൊ അതിൽ നിന്ന് പതുക്കെ ആ ദ്വാരത്തിലൂടെ ഒരു കൊഴുപ്പ് വരും. അത് താമര ഇലയിൽ നിലത്ത് വീഴാതെ ആ കൊഴുപ്പ് സ്വീകരിക്കുകയും അതിനെ വബ എന്ന് പറയും. ഇത് വന്ന് തീരുന്നതോടുകൂടി പശു മരിച്ചിട്ടുണ്ടാവും. ഇതെടുത്താണ് പിന്നെ ഹോമത്തിന് ഉപയോഗിച്ചിരുന്നത്. ഇതിനെ വബ എന്നാണ് പറയുന്നത്. അതുപോലെ മണ്ഡൂക മാർജനം എന്നൊരു ക്രിയയുണ്ട്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കൊക്കെ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്നതാണ്. മണ്ഡൂക മാർജനം എന്ന് പറഞ്ഞാൽ ഋത്തിക് എന്ന മന്ത്രം കൊണ്ട് യാഗത്തറയെ ചൂട് പിടിപ്പിച്ച് ഈ ചൂട് പിന്നെ മാറ്റാനായി ഒരു തവളയെ നൂലിൽ കെട്ടി, കുട്ടികളൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ തുമ്പിയൊക്കെ നൂലിൽ കെട്ടുന്നത് പോലെ ഒരു കോലിൽ വള്ളി ഉണ്ടായി. ആ വള്ളിയിൽ അറ്റത്ത് തവളയെ ഇട്ട് തവളയെ ഈ ചൂട് പിടിച്ച യാഗത്തറയുടെ മുകളിലൂടെ ഓടിക്കും. മണ്ഡൂകം എന്ന് പറയുന്നത് തവളയെ കുറിക്കുന്നതാണ്. മണ്ഡൂകം മാർജനം എന്ന് വെച്ചാൽ തുടക്കുകയാണ്. അപ്പോൾ തവള ചത്തുവും കുറച്ച് പിന്നെ അടുത്ത തവള വയ്ക്കും. ഇങ്ങനെ വളരെ ക്രൂരമായ ഒരു ചരിത്രമാണ് ഈ യാഗത്തിന്റെയും യജ്ഞത്തിന്റെയും ഒക്കെ പറയാനുള്ളത്. നവദ്വാരങ്ങൾ അടച്ചു പിടിച്ച ആ ഗർഭിണി പശു മരിച്ച ശേഷം ഈ വധ എടുത്ത് ഹോമിച്ച ശേഷം പിന്നെ ഈ പശുവിനെ കഷ്ണങ്ങളായി മുറിക്കും. എന്നിട്ട് ഇതിനൊക്കെ ഓരോ അവകാശങ്ങളുണ്ട്. തല ഒരാൾക്ക്, വാല് മറ്റൊരാൾക്ക്, വയറ് വേറൊരാൾക്ക്, കാല് വേറൊരാൾക്ക്. അപ്പൊ ഇതിന് യജമാനൻ ഉണ്ടാകും. യജമാനൻ മിക്കപ്പോഴും രാജാവായിരിക്കും, ഒരു ഭരണാധികാരിയായിരിക്കും, പുരോഹിതനുണ്ടാകും, അത് ബ്രാഹ്മണനാകും. ഈ ബ്രാഹ്മണനും ഇത് കഴിക്കും, യജമാനും കഴിക്കും, മറ്റുള്ളവരും കഴിക്കും. അപ്പോൾ അന്ന് മാംസം എന്നത് നിഷിദ്ധമായൊരു കാര്യമായിരുന്നില്ല. മതത്തോടൊപ്പം ചേർന്ന് പോകുന്നത് ആചാരങ്ങളുടെ ഭാഗമായി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ അപൂർവമായിട്ടാണ് ഈ കൊല്ലരുത് തിന്നരുത് എന്നുള്ളതൊക്കെ അത്തരം ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ സാധിക്കും. കാരണം യുദ്ധങ്ങളിൽ തന്നെ കൊല്ലാനാണ് പറയുന്നത്. ഭഗവത്ഗീതയൊക്കെ എടുത്ത് നോക്കിയാലും കൊല്ലുക. ഇപ്പോ അർജുനൻ ചോദിക്കുന്നുണ്ട്, സ്വജനം ഹി കഥം ഹത്വ സുഖിനസ്യാമ മാധവ. സ്വന്തം ജനങ്ങളെ കൊന്നുകൊണ്ട് ഇങ്ങനെയാണ് സുഖം ലഭിക്കുക കൃഷ്ണ എന്ന്. ഇതിന് കൃഷ്ണൻ എവിടെ തൊടാത്ത മറുപടിയാണ് പറഞ്ഞത്. നീ കൊല്ലുന്നില്ല, അവർ കൊല്ലപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു ഈ അനുകമ്പാശാലിയായ ഒരു മനുഷ്യനെ മനസ്സ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോ
ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഭഗവത്ഗീത എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ എഴുതിയ ഒട്ടനവധി ഗ്രന്ഥങ്ങളിലും ഇത്തരം പരാമർശങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം യുദ്ധത്തിൻ്റെതായ പരാമർശങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട്. കാരണം ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ബൈബിളിലെ പഴയ നിയമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതില് ഉണ്ട്. പുതിയ നിയമമൊക്കെ ആയപ്പോഴാണ് ഇതിന് മാറ്റം വരുന്നത്. അതുകൊണ്ട് നമുക്കിതിന് ഒരു മതത്തിന്റെ കുറ്റമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. നമ്മൾ തന്നെ നോക്കിയാൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ അയൽവക്ക വഴക്കുകൾ സർവ്വസാധാരണമായിരുന്നു. ഇന്നതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ അയൽവക്ക വഴക്കുകൾ കൂടി, പിന്നെ തോമ്പ് കൊണ്ട് തലക്കടിക്കലും പിക്കാസ് കൊണ്ട് വേണ്ടലും അങ്ങനെയൊക്കെ സർവ്വസാധാരണമായിരുന്നു. ഇന്നതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായിരുന്നു. കുടുംബ വഴക്കുകൾ കൂടുതലായിരുന്നു. ഇന്ന് അതിനൊക്കെ കുറെ ശമനം വന്നിട്ടുണ്ട്. കാരണം മനുഷ്യൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നന്നാവുമ്പോഴാണ് ഇത്തരം മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ ഗുരു അന്നത്തെ കാലഘട്ടത്തിൽ നിന്നത് പറയുമ്പോൾ അന്നത്തെ ആളുകൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗുരു ശരിക്കും വർഷങ്ങൾക്ക് ശേഷം ജനിക്കേണ്ട ഒരാള് കാലം തെറ്റി കുറെ പഴയ കാലത്ത് ജനിക്കുകയും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം മനുഷ്യൻ ചിന്തിക്കേണ്ടതെന്ന് മുൻപേ പറഞ്ഞ് പോയ ഒരു മഹാഗുരുവാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഇതൊക്കെ പറയുമ്പോൾ നമുക്കിത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. അപ്പോ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലൂടെ ചരിത്രപരമായ പല ദൗത്യങ്ങളും ഗുരു നിർവചിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു കൃതിയാണ്, ഒരു 5 ശ്ലോകം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഗുരു ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ വെജിറ്റേറിയനിസം എന്നത് എന്തുകൊണ്ട് പിന്നീട് ഭാഗമായി നമ്മുടെ ചരിത്രത്തിൽ ഇടം നേടിയെന്ന് ചോദിച്ചാൽ, ഇത്തരം ഹിംസയിലൂടെ മുന്നേറിയ വൈദിക മതം, അപ്പൊ അതിന് ഒരുപാട് അനന്ത ഫലങ്ങൾ ഉണ്ടായി, ആഫ്റ്റർ എഫക്ട്സ് എന്ന് നമ്മൾ പറയുന്ന. കാരണം ഇവയിലൊക്കെ എണ്ണമറ്റ പശു സമ്പത്തിനെയാണ് അവർ കൊന്നൊടുക്കിയിരുന്നത്. പശു സമ്പത്ത് എന്ന് പറയുമ്പോൾ പശു മാത്രമല്ല, ഇതിൽ കാളകളുണ്ട്. അപ്പൊ ഈ കാളയും പശു എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് സ്വത്തിന്റെ പ്രതീകമാണ്. അതാണ് പല ആൾക്കാരും ഇന്ന് വീട്ടിലൊരു പശുവിനെ വളർത്തിയ ഐശ്വര്യം എന്നാണ് പറയുന്നത്. തെങ്ങൊക്കെ നടുന്നതും അതുപോലെ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത്. കാരണം അതിൽ നിന്ന് തേങ്ങ കിട്ടുന്നു, തെങ്ങിന്റെ മണല് നമുക്ക് പലതിനും ഉപയോഗിക്കാം, തെങ്ങിന്റെ തടി മറ്റൊന്നും ഉപയോഗിക്കാം. അതൊരു എല്ലാം കൊണ്ടും ഉപകാരമുള്ളതാണ്. അപ്പൊ അതുപോലെ പശുവിന്റെ കാര്യം അതുപോലെയാണ്. പശുവിന്റെ മാംസം ഇതിപ്പോ കഴിക്കുന്നവരുണ്ട്. അതുപോലെ പശു തരുന്ന പാല് ഉപകാരമാണ്. അതിൽ നിന്ന് തൈരുണ്ടാക്കാം, നെയ്യ് ഉണ്ടാക്കാം, വെണ്ണ ഉണ്ടാക്കാം, പനീർ ഉണ്ടാക്കാം. പശുവിന്റെ ചാണകവും മൂത്രവും വളവുമായിട്ട് ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു സമ്പത്തിന്റെ പ്രതീകമാണ്. ഇത്ര പശു ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സമ്പത്ത് നമുക്കുണ്ട്. ഇന്ന് നമുക്ക് ഇത്ര സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എത്രത്തോളം സമ്പന്നാണെന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര പശു ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ബെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര റോൾസ് റോയ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സമ്പത്തിന്റെ ഒരു മാനദണ്ഡമായി പറയുന്നത് പോലെയാണ് അന്ന് പശുവിനെ കണക്കാക്കിയിരുന്നത്. അപ്പൊ പശുവും കാളയും, പശു കാർഷിക മേഖലയോട് ചേർന്ന് നിൽക്കുന്നതാണ്. പശുവിന്റെ ചാണകവും മൂത്രവും മറ്റും കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. കാളയെ ഇന്ന് ടില്ലറൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇന്നത്തെ പോലെ. ഇന്ന് നമുക്ക് ടില്ലറും ട്രാക്ടറും ഒക്കെ ഉണ്ട്, അന്ന് അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ജീവികളെ വെച്ചാണ് നിലം ഉഴുതുകൊണ്ടിരുന്നത്. അതിഭീമമായ രീതിയിൽ ഇത്തരം ജീവികളെ കൊന്നൊടുക്കിയോടുകൂടി ഇത് കാർഷിക മേഖലയെ ബാധിക്കാൻ തുടങ്ങി. ഇവര് യാഗത്തിന്റെ യജ്ഞത്തിന്റെ പേരിൽ ജീവികളെ കൊന്നൊടുക്കുന്നു. കർഷകരായ സാധാരണ ജനങ്ങൾ വലഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അവര് അതോടുകൂടി പതുക്കെ പതുക്കെ ഈ മതത്തെ വെറുക്കാൻ തുടങ്ങി. അതും ഒരു കാരണമാണ്. പിന്നെ ഈ രാജാക്കന്മാര് ഇത്രയും യാഗവും യജ്ഞമൊക്കെ ചെയ്ത് 50 ലക്ഷം പശുക്കളെയൊക്കെ ഒരു ബ്രാഹ്മണന് ദക്ഷിണ കൊടുത്ത് കടന്നു വരെ ഉണ്ടായിരുന്നു.
അപ്പൊ അതോടുകൂടി രാജാവ് പോലും പാപ്പരാകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജനങ്ങൾ എല്ലാവരും മനസ്സിലെങ്കിലും ആഗ്രഹിച്ചു തുടങ്ങിയത് പുതിയൊരു മതം വേണമെന്ന്. ഇത് CE 6-ാം നൂറ്റാണ്ടിലാണ് പുതിയ മതങ്ങൾ ഉദയം ചെയ്യുന്നത്. അതിൽ ആദ്യം ഉണ്ടായ മതം ജൈന മതമാണ്, പിന്നീട് ഉണ്ടായത് ബുദ്ധമതമാണ്. CE എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് കോമൺ ഇറ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് BC എന്നാണ്. BC എന്നും BCE എന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് CE എന്നാണ് പറയുന്നത്, കോമൺ ഇറ. BCE എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ AD എന്ന് പറയുന്നതിന് പകരം CE എന്ന് പറയുന്നു. അപ്പൊ BCE 6-ാം നൂറ്റാണ്ടിലാണ് ഈ രണ്ട് പ്രധാന മതങ്ങൾ ഉദയം ചെയ്യുന്നത്. അതിലൊന്ന് ജൈനമതവും മറ്റൊന്ന് ബുദ്ധമതവുമാണ്. ഈ രണ്ട് മതങ്ങളുടെയും പ്രാധാന്യം, ഈ രണ്ട് മതങ്ങളും പ്രാധാന്യം കൊടുക്കുന്നത്, ഏറ്റവും പ്രധാന ആശയമായി മുന്നോട്ട് വയ്ക്കുന്നത് അഹിംസയ്ക്കാണ്. അപ്പൊ ചരിത്രപരമായ കാരണമുണ്ട് എന്തുകൊണ്ട് ജൈനമതവും ബുദ്ധമതവും അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തു വന്നു. അപ്പോൾ ഇത്തരം മതങ്ങളാണ് ആദ്യമായി ജൈനരാണ് ഈ കൊല്ലരുത് എന്നുള്ളത് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ അവർക്ക് പറ്റിയൊരു കുഴപ്പം, ഇതൊരു തീവ്രവാദം പോലെ ആയിരുന്നു. കൊല്ലരുതെന്ന് പറയുന്നു, തിന്നരുതെന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവര് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയും മുഖം മൂടി സഞ്ചരിക്കുന്നവരായി മാറുന്നു, മയിൽപ്പീലി കൊണ്ട് നിലം തുടച്ചു പോകുന്നവരായി മാറുന്നു, വെള്ളം അരിച്ചു കുടിക്കുന്നവരായി മാറുന്നു. അങ്ങനെ പോയി മനുഷ്യർക്ക് പ്രായോഗികമല്ലാത്ത തരത്തിലുള്ള ഒരു അഹിംസ പറയുന്നവരായി മാറി. ബുദ്ധമതം കുറച്ചും കൂടി അയവുള്ളതായിരുന്നു, എങ്കിലും അവരും മുന്നോട്ട് വെച്ചത് ഈ ആശയത്തെ തന്നെയാണ്. അത് സാരമായി പറയുന്നത്, ഈ മതങ്ങളാണ് ഇത്തരം ആശയങ്ങളെ മുന്നോട്ട് വെച്ചത്. ഇവര് ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്. ഇത്തരം യാഗത്തിലെ യജ്ഞത്തിലൊക്കെ മൃഗങ്ങൾ കൊല്ലപ്പെടുന്നതിന് എതിരായി ശബ്ദിക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞ ചാർവാകർ അഥവാ ലോകായതർ ഈ ഹിംസക്കെതിരെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, യാഗത്തിൽ കൊല്ലപ്പെടുന്ന മൃഗം സ്വർഗത്തിൽ പോകുമെന്നാണല്ലോ പറയുന്നത്, അങ്ങനെയാണോ പറയുന്നത്? അപ്പോ അവരുടെ ചോദ്യം, എങ്കിൽ എന്തുകൊണ്ട് ഈ കൊല്ലുന്ന ആൾ സ്വന്തം അച്ഛനെ ബലി കൊടുക്കുന്നില്ല? കാരണം ഒരു മകന്റെ ധർമ്മം എന്താണ്? അച്ഛന് സ്വർഗം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു പുത്രധർമ്മം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അച്ഛനെയല്ലേ ആദ്യം കൊല്ലേണ്ടത്? ഇത് അവര് ഗ്രഹിച്ചു. വെറുതെ അല്ല അവരെ എല്ലാവരും ഇങ്ങനെ വെറുപ്പോടുകൂടി കാണുന്നത്. കാരണം ഇവര് ഭയങ്കരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ചോദ്യങ്ങളെ എല്ലാവരും ഭയപ്പെടുന്നു. അപ്പൊ നമ്മൾ വളരെ യുക്തിയോടുകൂടി ഒരു ചോദ്യം ചോദിച്ചാൽ പറയുന്ന ആൾക്കാർ യുക്തിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ വൈകാരികമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. ഇത് പലയിടത്തും നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് പാടില്ല എന്ന് കൃത്യമായി പറയുകയാണ്. പക്ഷെ ഈ ചോദ്യം കേൾക്കുന്ന ആൾ, ഇത് ചെയ്യുന്ന ആൾക്ക് ഇതൊന്നും ഒരു യുക്തിയും കാണില്ല. അവര് വേറെ പലതും വൈകാരികമായി പറയുകയും പിന്നെ ഈ ചോദ്യം ചോദിച്ച ആളെ ശത്രുവായിട്ട് കാണുകയാണ് ഉള്ളൂ. അപ്പൊ ഈ അഭിപ്രായം എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ്. ലോകായതർ അഥവാ ചാർവാകർ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ ഇരുന്നവരാണ്. ഇവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബലിയിടുമ്പോൾ, ഈ ചോറ് ഇങ്ങനെ വെക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ആത്മാവിന്റെ വിശപ്പ് മാറും എന്നാണ് പറയുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങൾ പാഥേയം കയ്യിൽ കരുതുന്നത്? പാഥേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറ്. ഒരു യാത്ര പോകുമ്പോൾ ഇന്ന് നമ്മൾ പൊതിച്ചോറ് അല്ലെങ്കിൽ പാത്രത്തിൽ ഭക്ഷണമായാലും കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല. ഭർത്താവ് ഓഫീസിൽ പോകുമ്പോൾ ഭക്ഷണം ഭാര്യ കൊടുത്തു വിടേണ്ട കാര്യമില്ല. ഭക്ഷണ സമയമാകുമ്പോൾ ഭാര്യ വീട്ടില് കുറച്ച് ഭക്ഷണം ഭർത്താവിനായി സങ്കല്പിച്ചുകൊണ്ട് അവിടെ വെച്ചാൽ മതി. ഭർത്താവിന്റെ വിശപ്പ് മാറുമല്ലോ. അത് യുക്തിക്ക് നിരക്കുന്നതല്ലോ. പിന്നെ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലിരിക്കുന്ന ആത്മാവ് ഇവിടെ ഇരുന്ന് നമ്മൾ ഉരുട്ടി വെക്കുമ്പോൾ ആത്മാവിന്റെ വിശപ്പ് മാറും എന്ന് പറയുന്നത്? ഇത് അവർ ചോദിച്ച ചോദ്യമാണ്. ഇനി അവർ ചോദിച്ച ആദ്യത്തെ ചോദ്യം, സ്വർഗം കൊടുക്കേണ്ടത് ആദ്യം അച്ഛനല്ലേ?
എന്ന് പറയുന്നു. ഗുരു ഒരിക്കലും ഒരു സ്ഥലത്ത് കുമ്പളങ്ങ വെട്ടുന്ന ഒരു സമ്പ്രദായം നടന്നു. അതായത് അവിടെ കോഴി വെട്ടുന്നതായിരുന്നു ആദ്യം. ഈ കുമ്പളങ്ങ വെട്ടുക എന്നുള്ളത് അവിടുത്തെ ആളുകൾ മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. സ്ഥിരമായി കോഴി വെട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഗുരു പറഞ്ഞ് ഇനി കോഴി വെട്ടരുത്, അത് ഇന്ന കാരണങ്ങളാൽ അത് വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ വെട്ടിക്കൊണ്ടിരുന്നവർക്ക് എന്തെങ്കിലും വെട്ടിയേ പറ്റുള്ളൂ, അത് ശീലമാണല്ലോ. ഗുരു പറഞ്ഞു നമുക്ക് കുമ്പളങ്ങ വെട്ടിയാലോ ഗുരു എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു വന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു കുമ്പളങ്ങ വേണ്ട, വെട്ടുന്ന ആളുടെ മകനെ ആയാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞു. അവിടെ ഗുരു മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇതേ ആശയമാണ്. സാർവാദം ചോദിച്ച ചോദ്യം, ഈ കൊല്ലപ്പെടുന്ന മൃഗം സ്വർഗത്തിൽ പോകുമെന്നല്ലേ പറയുന്നത്? കോഴി വെട്ടുന്നവരും ഇത് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്വന്തം മകന് ഈ വെട്ടുന്ന ആള് സ്വർഗം കൊടുക്കേണ്ടത്, അതുകൊണ്ട് നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ യുക്തിരാഹിത്യത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾ പറയുന്നതിൽ ഒരു യുക്തി ഇല്ല എങ്കിൽ നമ്മൾ അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവരോടും ഒരു ശത്രുത കാണിക്കുന്ന രീതി നമുക്കിടയിൽ തന്നെ ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരും. ഇനി മനസ്സിലായാൽ പോലും യുക്തി ഇല്ല എങ്കിൽ അതിന് കൃത്യമായ മറുപടി അവർക്ക് പറയാൻ ഉണ്ടാവുകയില്ല. അപ്പൊ അത് ശത്രുതയിലേക്ക് പോലും പോയി നിൽക്കും. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എത്രയോ ശത്രുക്കളെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതിന് മോശമായി കാണേണ്ടതില്ല. നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്, ഉള്ളിൽ വെച്ച് പെരുമാറുന്നതിനേക്കാൾ നല്ലത്. ഗുരു എങ്ങനെയായിരുന്നു? ഗുരു ഇത്തരം കാര്യങ്ങൾ ഒരു മയമില്ലാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഗുരു ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, ഗുരു മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കണമോ അതോ കുഴിച്ചിടണമോ? ഗുരു പറയുന്നത് ഇത് രണ്ടും വേണ്ട, ചക്കിലാട്ടി വളമാക്കിയാൽ മതി. അപ്പോ അയ്യോ എന്ന് ആളുകൾ നിലവിളിക്കുന്നുണ്ട്. ഗുരു ചോദിക്കുന്നത് എന്താ മൂന്നോ എന്നാണ്. അപ്പൊ ഗുരു ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അങ്ങേയറ്റത്തെ ധാർമ്മികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ധൈര്യത്തോടുകൂടി ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇത് കൺക്ലൂഡ് ചെയ്യാം. ജൈന ബൗദ്ധ മതങ്ങൾ ഇത്തരം ഹിംസയെ ചോദ്യം ചെയ്യുന്നുണ്ട്, ചാർവാകർ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നീട് ജൈന ദർശനത്തിലൂടെയും ബുദ്ധ ദർശനത്തിലൂടെയൊക്കെയാണ് സസ്യാഹാരം എന്നത് ഒരു ശീലമായി മാറുന്നത്. അവരാണ് അതിന് തുടക്കം കുറിക്കുന്നത്. ജൈന ഉള്ളി പോലുള്ള കപ്പ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊന്നും കഴിക്കില്ല. കാരണം അത് മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്നതോടുകൂടി അത് പൊക്കിയെടുക്കുമ്പോൾ ഒരുപാട് സൂക്ഷ്മജീവികൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ള കാരണത്താലാണ് അത് അവർ കഴിക്കാത്തത്. കാരണം ചിലപ്പോൾ മണ്ണിരയൊക്കെ നമുക്ക് കൊല്ലേണ്ടി വരും. കൃഷി ചെയ്യുക എന്നുള്ളത് അത്ര വെജിറ്റേറിയനായ കാര്യമല്ല, അതിലും കുറച്ച് ഹിംസയുടെ അംശമുണ്ട്. പക്ഷെ ഇവർ വളരെ എക്സ്ട്രീമായി ചിന്തിക്കുന്നവരാണ്. പിന്നെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീഗൻ എന്നൊരു മൂവ്മെന്റ് ഉണ്ട്, യൂറോപ്പിലൊക്കെ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പറയാം. അപ്പൊ ഈ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് പിന്നീട് ഈ വൈദിക മതം ഒരു സ്വയം നവീകരണത്തിന്റെ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അവർ പതുക്കെ ഹിംസയെ ഉപേക്ഷിക്കുകയും അഹിംസയെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വെജിറ്റേറിയനിസത്തെ സ്വീകരിക്കുന്നത്. അതല്ലാതെ വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് ബ്രാഹ്മണിസത്തിന്റെ സംഭാവനയല്ല, അതൊരു ജൈന ബൗദ്ധ മതങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഗുരുവിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ വെജിറ്റേറിയനിസത്തിന് ഒരു വലിയ ധാരയുണ്ട്. പൈതഗോറസിനെ പോലുള്ള ആള് ഇതിന്റെ വക്താക്കളായിരുന്നു. പിന്നെ പീറ്റർ സിംഗറിനെ പോലുള്ള എത്തിക്സിനെ പറ്റി പറയുന്ന ചിന്തകരിൽ പോലും എത്തി നിൽക്കുന്നതാണ്. അത് യൂറോപ്പിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട്. മതപരമായ കാരണങ്ങളാൽ ചിലർ സസ്യാഹാരികളായി മാറുന്നുണ്ട്, ചിലർ ആരോഗ്യ കാരണങ്ങളായിരിക്കും,
ചിലർ ധാർമ്മിക കാരണങ്ങളാലായിരിക്കും, ചിലർ മറ്റു പല കാരണങ്ങളാലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. സസ്യങ്ങൾക്കും ജീവനില്ലേ? അപ്പോൾ അവയെ കൊല്ലുന്നത് ശരിയാണോ? സസ്യാഹാരം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഡെഫിഷ്യൻസി വരില്ലേ? സസ്യാഹാരം മാത്രം കഴിച്ചാൽ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടുമോ? ശരീരം വലുതാകുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു, നമ്മൾ കൊല്ലുന്നില്ലല്ലോ, തിന്നുന്നല്ലേ ഉള്ളൂ, ഒന്നാൽ പാവം തിന്നാൽ തീരില്ലേ എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരം നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരിടത്ത് പോയി ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാലും നമുക്ക് സംസാരിക്കാനുള്ള ഒരു സ്റ്റഫ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഏകദേശം ഈ ക്ലാസ് ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂർ ക്ലാസ്സാണ്. അതൊരു 10 മണിക്കൂറെങ്കിലും, ഒരു 10 ക്ലാസ്സെങ്കിലും മിനിമം ഉണ്ടെങ്കിലാണ് തീർക്കാൻ പറ്റുകയുള്ളൂ. 5 ശ്ലോകം ഉള്ളെങ്കിലും ഒരു ശ്ലോകം തന്നെ 2 ക്ലാസ്സിലെങ്കിലും പറയേണ്ടി വരും. കാരണം അത്ര വിശാലമായ ഒരു വിഷയമാണ്. ഇങ്ങനെ എടുത്താലാണ് നമുക്ക് അതിനെ പല നിലകളിൽ, പല തലങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ജീവകാരുണ്യ പഞ്ചകം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന മത്സ്യവും മാംസവും മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന മറ്റു പല കാര്യങ്ങളും ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. നമ്മൾക്കൊരു രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ജീവി കൊല്ലപ്പെടുന്നുണ്ടോ, നമ്മൾ കൊല്ലുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടതാണ്. നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റേതെങ്കിലും ജീവിയെ അല്ലാതെ കൊല്ലുന്നുണ്ടോ, ഇതൊക്കെ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതി, അതിൻ്റെ ഒരു ആമുഖം ഇവിടെ വെച്ച് നിർത്താമെന്ന് കരുതുന്നു. ഗുരുവിൻ്റെ കൃതികളിലൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ജീവിതത്തിൽ പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതുമായ ഒരു കൃതിയാണ് ജീവകാരുണ്യ പഞ്ചകം. അതുകൊണ്ട് ജീവകാരുണ്യ പഞ്ചകത്തിൻ്റെ 1ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി ക്ലാസ് നിർത്താം. എല്ലാവരും ആത്മ സഹോദരർ എന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. നമുക്കൊന്ന് ഒരുമിച്ച് കൊല്ലാം. എല്ലാവരും ആത്മസഹോദരർ എന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ആ സംശയത്തിനുള്ള ഉത്തരം പറഞ്ഞ ശേഷം ക്ലാസ് അവസാനിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ, ക്ലാരിറ്റി കുറവോ എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? എന്തെങ്കിലും ഉണ്ടോ? ഈ നോട്ടൊക്കെ ഒന്നും കൂടി വായിച്ചു നോക്കി ക്ലാസ് ഒരു പ്രാവശ്യം കൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും വിഷയത്തിൽ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി നമുക്ക് പല ചിന്തകളും വരും, സംശയം വരും. സംശയം അറിവിന്റെ ലക്ഷണമാണ്. നല്ല ഉത്തരം പറയുന്ന ആളല്ല, നല്ല ചോദ്യം ചോദിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത്. മരണം വരെയും വിദ്യാർത്ഥി ആയിരിക്കുക എന്നുള്ളത് ഒരാളുടെ ഏറ്റവും നല്ല ലക്ഷണമാണ്, പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഒന്നുകൂടി കേൾക്കുക, മനനം ചെയ്യുക. നമുക്കിപ്പോൾ പല തലങ്ങളുണ്ട്. മനനം, പിന്നെ അതോടൊപ്പം വേണ്ടതാണ് നിധിധ്യാസനവും മറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.